என்னோட புண்ணியம் புண்ணியம் சார் புண்ணியம் அந்த ஃப்ரெண்ட்ஷிப் அதுதான் சொன்னேன் சார் 30 ഇയേഴ്സ്ക്ക് മേലാണ് ഫ്രണ്ട്ഷിപ്പ്. അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ മമ്മൂട്ടിയെ പോലെയോ പ്രണവ് മോഹൻലാലിനെ പോലെയോ നമുക്ക് കാണാനേ കഴിയില്ല. ഇവരുടെയൊന്നും മുഖത്ത് വിനയമില്ലല്ലോ. പക്ഷേ ജെൻറ്റിൽമാൻ ആണ് ഈ രണ്ടുപേരും ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ജയറാമിനെ പോലെ ഇത്തരം നാട്യമുള്ളൊരു മുഖം ജയറാമിൻ്റെ മകൻ കാളിദാസന് പോലും കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. കാളിദാസൻ പോലും ഒരു കള്ളനല്ല. നരസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. ഏത് അദ്ദേഹം കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു. നടൻ ജയറാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ജയറാമിൻ്റെ ഓവറായിട്ടുള്ള ഈ വിനയം ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ഈ ജയറാമിൻ്റെ ഓവർ വിനയം ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടെന്ന് അറിയാനാണ്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ, ഇങ്ങനെ ഓവർ വിനയം കാണിക്കുന്ന ആളുകൾ എനിക്ക് ഇഷ്ടമേ അല്ല. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിനെ പറ്റിയിട്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം തമിഴകത്ത് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നല്ല മഹാനടനായിട്ടുള്ള ഭാഗ്യരാജിൻ്റെ മരണാന്തര ചടങ്ങിൽ ജയറാം പോയി. അവിടെ വന്ന മീഡിയാസിനോട് ജയറാം പ്രതികരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ വിലയുണ്ടല്ലോ, വില കളഞ്ഞു പൊളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഞാൻ കണ്ടത്. കാരണം വിനയം കയറി പുള്ളിയുടെ തലയ്ക്ക് പിടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിനയം കൊണ്ട് വിനയാന പൂണ്ടതായി ആ ഒരു അവസ്ഥയാണ് കണ്ടത്. കാരണം പുള്ളി സംസാരിക്കുന്ന നമുക്ക് വിനയമാവാം, പക്ഷേ അത് ഓവറാവരുത്. ആവശ്യത്തിന് വിനയമാവാം. പക്ഷെ പുള്ളി ഇപ്പം ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പുള്ളിയുടെ വിനയം കാരണം പുള്ളി ഇങ്ങനെ ഡെയിലി എയറിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ വിനയം കാരണം പുള്ളി എന്താണെന്ന് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ ഒരു വീഡിയോ വെച്ചുതരാം. അതുപോലെ ഈ ജയറാമിൻ്റെ വിനയം ഇഷ്ടമല്ലാത്ത ആളുകൾ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ രാജസേനൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് ഈ ജയറാമിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ രാജസേന പറയുന്നുണ്ട്. ഈ ജയറാം ഈ ഒരു ഇത്രയും വലിയൊരു നടനിലേക്ക് എത്താൻ തന്നെ കാരണം രാജസേന ആണെന്നാണ് രാജസേന പറയുന്നത്. ശരിയാണ്, രാജസേനൻ്റെ പഴയ പടങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാ ഹിറ്റ് പടങ്ങളിലെയും നായകൻ ജയറാം ആയിരിക്കും അല്ലേ. മേലെ ഒരേ ഒരു പടം മാത്രം മതി ജയറാമിൻ്റെ രാജസേനൻ്റെ കൂട്ടുകെട്ടിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ. മേലെപ്പറമ്പിൽ ആൺ വീട് അല്ലേ, അതുപോലെ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ. അപ്പോൾ ഇതൊക്കെ അതിമനോഹരമായിട്ടുള്ള രാജസേനൻ്റെ ചിത്രങ്ങളിലൂടെ ജയറാമിൻ്റെ ഒരു കയറി വരക്കം തന്നെ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ ഇവർ തമ്മിൽ പിരിയുന്നു. അപ്പോൾ രാജസേന ഇൻ്റർവ്യൂവിൽ അവർ പിരിയാനുള്ളൊരു കാരണം വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വെച്ച് തരാം. അതിന് ശേഷം ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം. വേറൊന്നുമല്ല, നമ്മളെ ശാന്തിവിള ദിനേശൻ ജയറാമിനെ വലിച്ചു കീറി ഒട്ടിക്കുന്നൊരു വീഡിയോ ഞാനിപ്പം റീസെൻ്റായിട്ട് കാണാനിടയുണ്ടായി. ശാന്തിവിള കുറച്ച് കാര്യങ്ങളൊക്കെ ജയറാമിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ശാന്തിവിള പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് അഭിനയിക്കുന്ന ആളുകൾ, ശാന്തിവിളയോട് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. ഓവറായിട്ട് അഭിനയിക്കുന്ന ആളുകൾ ഉഡായിപ്പ് ടീമുകളാണെന്നാണ് ശാന്തിവിള ദിനേശ് അതിലൂടെ പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഓവറായിട്ട് അഭിനയിക്കുന്ന ഈ ജയറാമിൻ്റെ ഇത് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുമാത്രമല്ല, ഇപ്പം ഈ ഭാഗ്യരാജുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇതിനു മുമ്പേ മലയാള സിനിമയിൽ ഒരുപാട് മഹാനടന്മാരായിട്ടുള്ള നല്ല നല്ല ആർട്ടിസ്റ്റുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവരെയൊന്നും കാണാൻ പോലും ജയറാം പോയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് വാക്ക് എവിടെയും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വിനയത്തോടുകൂടി ഒന്നും വേണ്ട. ഈ ശ്രീനിവാസൻ്റെ മരണത്തിന് പോലും ജയറാം പോയിട്ടില്ല. വേറെ ആരുടെ മരണാന്തര ചടങ്ങിൽ പോയില്ലെങ്കിലും ശ്രീനിവാസൻ എന്നൊരാളോ മരണാന്തര ചടങ്ങിൽ പോകാതിരുന്നത് അത് ഭയങ്കര ഒരു മോശം തന്നെയാണ്. കാരണം സന്ദേശം എന്നൊരു സിനിമയുണ്ടല്ലോ, ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഞാനിവിടെ ജയറാമിൻ്റെ ആ ഒരു വിനയത്തോടെയുള്ള ആ ഒരു സംസാരം നിങ്ങളൊന്ന് കണ്ടു നോക്കി. സത്യം പറഞ്ഞത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ജയറാമിനോടുള്ള, പണ്ടൊക്കെ ഞാൻ ജയറാമിൻ്റെ സിനിമകളൊക്കെ ഒരുപാട് കാണുമായിരുന്നു, ആസ്വദിച്ച് കാണുമായിരുന്നു. ആ ഒരു വിലയും കൂടെ പോയെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഞാൻ കള്ളം പറയുവാണെങ്കിൽ ഇത്രയും വിനയം ആവാടേ, ഇത്രയൊന്നും വിനയം ആവില്ല എൻ്റെ പൊന്ന് ജയറാമേ കേട്ടോ. ഇത്
മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ സംസാരങ്ങളൊക്കെ. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കേ. Great human being. Past 30-35 years, very good family friend. அவர் டைரக்ஷனில் நடிக்க முடிஞ்சது என்னோட புண்ணியம். அந்த ஃப்ரெண்ட்ஷிப் அதுதான் சொன்னேன் சார். 30 இயர்ஸுக்கு மேலான ஃப்ரெண்ட்ஷிப். அவர் கூட எல்லாம் ஒரு ஃப்ரெண்டாக இருக்கிறது, அவர் டைரக்ஷனில் நடிக்க முடிஞ்சது இதெல்லாம் தான் லைஃப்லேயே மிகப்பெரிய சந்தோஷம். இது ஒரு எதிர்பாராத இழப்பு சார். ஐயோ சொல்லவே முடியாது. ஜாக்கிரதையா இருக்கணும் உடல் நலத்தில். அப்படி இல்லை സാർ, എല്ലാം കടവുൾ. ഇത് ഏകദേശം ഒരു 30-35 വർഷത്തിന് മുകളിലുള്ള മദ്രാസിലെ സൗഹൃദമാണ്. അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം ആരാണ്, എത്രമാത്രം വലിയ വ്യക്തിത്വമാണെന്നുള്ളതും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എങ്കിലും കുടുംബമായിട്ടുള്ള സൗഹൃദം, പൂർണിമ മാമുമായിട്ടുള്ള സൗഹൃദം, മക്കളുമായിട്ടുള്ള സൗഹൃദം, അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം. എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് 2 ആഴ്ച മുമ്പ് പരിമള ആൻഡ് കോവിൻ്റെ ഫംഗ്ഷനും അതിൻ്റെ സ്ക്രീനിങ്ങിനും എല്ലാം അദ്ദേഹം വന്നത്. ഇത്രയും പെട്ടെന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എല്ലാ പ്രാർത്ഥനകളും. ഓക്കെ, കണ്ടല്ലോ എന്തല്ലേ, എന്തൊരു വിനയമാണ് ഇത് ജയറാമേ നിങ്ങൾ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് നിങ്ങൾ നാണക്കേട് ഉണ്ടാക്കി വെക്കുമോ? കൈയൊക്കെ കൂപ്പി, അതും മാധ്യമങ്ങളുടെ മുമ്പിലാണ് കൈ കൂപ്പുന്നത്. എന്തുവാടെ ഇതൊക്കെ? ചുമ്മാ അല്ല ഇങ്ങനെ ഡെയിലി ഏറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ രാജസേനൻ്റെ ഒരു ഇൻ്റർവ്യൂ വെക്കുന്നതിന് മുമ്പേ ഞാൻ ശാന്തിവിള ദിനേശ് പറയുന്ന കാര്യം കൂടെ ഞാൻ ഒന്ന് വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കി ജയറാമിനെ പറ്റിയിട്ട് ശാന്തിവിള ദിനേശ് പറയുന്നത്. അതുപോലെ രാജസേനൻ ഇപ്പം ജയറാമി ഇവിടെ പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ജയറാം ആക്കിയത്, ഒരു നല്ലൊരു നടനാക്കിയത് രാജസേനൻ തന്നെയാണ് അല്ലേ? അപ്പോൾ രാജസേനൻ ആ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജസേനൻ്റെ മകളുടെ കല്യാണമായിരുന്നു ആദ്യം. രാജസേനൻ കല്യാണത്തിന് ജയറാമിനെ വിളിച്ചു, പക്ഷേ വന്നില്ല. പക്ഷേ ജയറാം തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം രാജസേനനെ വിളിക്കാതെ ഒഴിവാക്കിയെന്നൊക്കെയാണ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. എന്തായാലും ഞാൻ ഇൻ്റർവ്യൂയുടെ കുറച്ച് ഭാഗം ഞാൻ വെച്ച് തരാം. അപ്പോൾ അതിന് മുമ്പ് ശാന്തിവിള ദിനേശ് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്നോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ദിനേശേ, അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു നിർദ്ദേശം. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. എൻ്റെ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഷീനിച്ചേട്ടൻ്റെ നിരീക്ഷണം 100% സത്യമാണെന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. നല്ല പരിചയക്കാരായിരുന്നു ഞങ്ങൾ. സ്വയംവരപന്തലിലും എഴുന്നള്ളത്തിലും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. അയാളുടെ ആദ്യകാല വിറ്റ്നസ് അടക്കമുള്ള സിനിമകളുടെ, വചനം അടക്കമുള്ള സിനിമകളുടെ സെറ്റിൽ പത്രക്കാരനായി പോയ കാലം മുതലുള്ള ബന്ധമാണ്. അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ മമ്മൂട്ടിയെ പോലെയോ പ്രണവ് മോഹൻലാലിനെ പോലെയോ നമുക്ക് കാണാനേ കഴിയില്ല. ഇവരുടെയൊന്നും മുഖത്ത് വിനയമില്ലല്ലോ. പക്ഷേ ജെൻറ്റിൽമാൻ ആണ് ഈ 2 പേരും ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ജയറാമിനെ പോലെ ഇത്തരം നാട്യമുള്ളൊരു മുഖം ജയറാമിൻ്റെ മകൻ കാളിദാസന് പോലും കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. കാളിദാസൻ പോലും ഒരു കള്ളനല്ല. ഞാൻ ഈ മഹാനടനെക്കുറിച്ച് ചുരുക്കം ചില എപ്പിസോഡുകളിൽ പറഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ അയാളെപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് പലരും വിളിച്ചു പറഞ്ഞിട്ടും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അവരെ പറയും, എന്തിനെന്നേ അയാളെ, ഇപ്പം രാഹുൽ ഈശ്വർ പറയുമ്പോൾ ബ്രാഹ്മണ ശാപം, രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ലേ പിണറായി വിജയന് ബ്രാഹ്മണ ശാപമാണെന്ന്. ഇവനൊക്കെ ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാരൻ ആലോചിക്കുക, എന്ത് വിവരക്കേടാ പറയണമെന്ന് ആലോചിക്കുക. അതുപോലെ ജയറാമും കൂടുതലിട്ട് ബീഫും ചിക്കനും ഒക്കെ തിന്നണമല്ലേ. അപ്പോൾ ബ്രാഹ്മണ ശാപം ചിലപ്പോൾ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ചൊന്നും ചെയ്യാത്തത്. സത്യം അതല്ല. നല്ല കാര്യങ്ങൾ പറയാൻ ഒന്നുമില്ല ജയറാമിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്തത്. ചീത്ത കാര്യം മാത്രം പറയാനായിട്ട് എന്തിനാണ് ഒരു എപ്പിസോഡ് ചെയ്യുന്നത്? നമ്മളെ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ലതും ചീത്തയും പറയും. ഇത് ചീത്ത മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ചൊന്നും ചെയ്യാത്തത്. കാര്യം എന്തൊക്കെ പറയാനുണ്ടെങ്കിലും പൊളിഞ്ഞു നിന്ന ജയറാമിനെ വെച്ച് സൂപ്പർ ഹിറ്റുകൾ തുടർച്ചയായി നൽകിയ രാജസേനോട് ഇയാൾ കാട്ടിയ പ്രവൃത്തി ഒട്ടും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ലല്ലോ. ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ അപരൻ്റെ സെറ്റിൽ ചെന്നിടം മുതൽ
സുരേഷ് ഉണ്ണിത്താനുമായി ഉണ്ടാക്കിയെടുത്ത നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ജയറാമിന്. ഉണ്ണിത്താൻ ജാതകത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറിയപ്പോൾ ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ ജയറാമായിരുന്നു ജാതകത്തിലെ നായകൻ. ലോഹി എഴുതി ഉണ്ണിത്താൻ ചെയ്ത രണ്ടാമത്തെ സിനിമ രാധാമാധവത്തിലും ഇയാളെ തന്നെ നായകനാക്കി. ഉണ്ണിത്താൻ്റെ മുഖചിത്രം എന്ന് പറഞ്ഞ സിനിമ ജയറാമിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ്. അങ്ങനെയുള്ള സുരേഷ് ഉണ്ണിത്താൻ ഒരു കഥ പറയാൻ തിരുവനന്തപുരത്തെ ഗീത് ഹോട്ടൽ ഗീതിൽ റിസപ്ഷനിൽ 2.5 മണിക്കൂർ ജയറാമിൻ്റെ തിരുമുഖം കാണാനായി കാത്തിരുന്നു. സാറ് തൂങ്ങിയിട്ടിറുക്ക് എന്നാണ് ഇയാളെ കൂടെയുള്ള എർത്ത് പറഞ്ഞത്. തൂങ്ങിയിട്ടിരിക്കുന്നു, ഇപ്പം തൂങ്ങിയിട്ടിരിക്കുക. ഓക്കെ, ഇവിടെ ശാന്തിവിള ദിനേശൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാം ഭൂലോക ഉടായ്പാണ്, ഭൂലോക കള്ളനാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഉണ്ണിത്താൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഉണ്ണിത്താൻ ജയറാമിനെ ജയറാമാക്കിയതിൽ ഉണ്ണിത്താനും ഒരു പങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് നല്ല നല്ല സിനിമകൾ ജയറാമിന് കൊടുത്തൊരു വ്യക്തിയാണ് ഉണ്ണിത്താൻ എന്നും പറയുന്നത്. പിന്നെ ഒരു ദിവസം ജയറാമിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് ജയറാമിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് 2.5 മണിക്കൂർ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തെന്നൊക്കെയാണ് ഈ ശാന്തിവിള ദിനേശൻ പറയുന്നത്. ആ സമയം 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാം ഉറങ്ങുവാണ്. ആ ഉറങ്ങി എണീക്കാൻ വേണ്ടിയിട്ടാണ് 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇത് ഒരുപാട് കാര്യങ്ങൾ ശാന്തിവിള ദിനേശൻ പറയുന്നുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞുള്ള ജയറാം ഒരു നന്ദിയില്ലാത്തവൻ അല്ലെങ്കിൽ ഉടായിപ്പെന്നൊക്കെയാണ് ഇതിലൂടെ ശാന്തിവിള ദിനേശൻ പറയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ ഈ ഓവർ വിനയം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ എനിക്കത് അത് കാണുമ്പം തന്നെ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം വരും. ആ രീതിയിലുള്ള ഓവർ വിനയമാണ്. കാരണം ഈ ഭാഗ്യരാജിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഭാഗ്യരാജിനെ കാണാനായിട്ട് ചെന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാന്യമായിട്ട് ഉത്തരം പറയാം. അവിടെ ഇങ്ങനെയൊക്കെ കൈയൊക്കെ കൂപ്പിയിട്ട് എന്തുവാടെ ഇങ്ങനെ മലയാളികൾ വില പോലും കളയുന്ന രീതിയാണ് ജയറാം അവിടെ കാണിച്ചത്. ഇനി ഞാനിവിടെ രാജസേനൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ രാജസേനൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാമുമായിട്ടുള്ള പിരിയാനുള്ള കാര്യം ഈ ജയറാം പുള്ളിയുടെ സിനിമയിലൊക്കെ കൈകടത്താൻ ഒന്ന് നോക്കി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ രാജസേനൻ വേണ്ടെന്ന് വെച്ചത്. എന്നുവെച്ചാൽ ആദ്യം ഈ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ പടങ്ങളിലൂടെ ജയറാമിനെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ജയറാം അതിനകത്ത് കഥയ്ക്കകത്തും ഇതിനകത്തൊക്കെ വെട്ടലും കുത്തലും പിന്നെ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട ഒരു ഇത് കളിക്കാൻ പോകുന്നൊരു മോലാളി കളിക്കാൻ പോകുന്ന രീതി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തുടങ്ങിയ സമയത്ത് അപ്പോഴേ മുളയിലെ നുള്ളി വേണ്ടാന്ന് പറഞ്ഞ് രാജസേനൻ പോയി എന്നാണ് രാജസേനൻ പറയുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. തന്നെയാണോ പ്രശ്നം? ഇൻ്റർഫിയർ ചെയ്തില്ല, ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. കഥയിൽ ഇടപെട്ടത് കൊണ്ട് എന്തിനൊരു സുഹൃത്തിനെ വേണ്ടത്? കഥയിൽ ഇടപെട്ടിട്ടില്ല. പുള്ളിക്ക് കഥയിൽ ഇടപെടാൻ അറിയത്തുമില്ല. അപ്പോൾ ദിലീപ് കഥയിൽ ഇടപെടും, പല കാര്യത്തിൽ ഇടപെടും. ദിലീപിനതറിയാം. ജയറാം സത്യം ഞാൻ തുറന്നു പറയാം, എൻ്റെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെൻറ്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. അങ്ങനെയായിരുന്നു. ഇത് മധുചന്ദ്രലേഖയും കഴിഞ്ഞ് കനകസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. അദ്ദേഹം കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം, നമ്മളിനി ഒരുമിച്ചുണ്ടല്ലോ. അത് വഴക്കായിട്ടല്ല, ഇതുപോലെ സ്നേഹത്തിൽ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിനെ പിന്നെ കൂടെ നിന്നവർ പലരും ഒന്ന് തെറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അറിയാമല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ശകലകന്നു എന്ന് കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ആളുണ്ടാവും. അങ്ങനെ കുറച്ച് പേര് വലിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് പുള്ളി അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, കേട്ടല്ലോ. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിലൂടെ കുറേ കാര്യങ്ങളൊക്കെ രാജസേനൻ പറയുന്നുണ്ട്. ജയറാമിന് ഒരു സിനിമ ഇല്ലാതിരുന്ന് പൊട്ടിപ്പാളീസായി നിൽക്കുന്ന സമയത്താണ് രാജസേനൻ സിനിമയായിട്ട് വരുന്നതും ജയറാം അതിലൂടെയാണ് ജയറാമിൻ്റെ വീണ്ടും ഒരു തിരിച്ചുവരവ് തന്നെ ഉണ്ടാവുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിനൊക്കെ ശേഷം ഭയങ്കര ഒരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു രാജസേനൻ്റെയും ജയറാമിൻ്റെയും ഒരു കൂട്ടുകെട്ടിലൂടെ ഒരുപാട് സിനിമകൾ, നല്ല നല്ല സിനിമകൾ മലയാളികൾക്ക്, കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വന്ന വഴി മറക്കല്ല്. കാരണം നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്ന ആളുകളെ ഒരിക്കലും മറക്കല്ല്. ഇപ്പം ഈ ശ്രീനിവാസൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സന്ദേശം എന്നൊരു സിനിമ മാത്രം മതി ജയറാമിനെ
കാരണം ആളുകൾ ഓർമ്മിപ്പിക്കുക. ഇനി ജയറാമിൻ്റെ ഏതൊക്കെ സിനിമകൾ ആളുകൾ മറന്നുപോയാലും, എത്ര സിനിമകൾ ആളുകൾക്ക് ഓർമ്മയിരുന്നില്ലെങ്കിലും സന്ദേശം എന്നൊരു സിനിമ ശ്രീനിവാസൻ്റെയും അനിയനും ചേട്ടനുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ, കാരണം ഒരു എല്ലാം ഒരു ഫാമിലിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാം കൊണ്ടും ഒരുപാട് ചിന്തിപ്പിക്കുകയും അതുപോലെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് സന്ദേശം. പക്ഷെ അന്ന് സന്ദേശത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നിപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു കൂട്ടുകെട്ടിൽ ജയറാമിന് അങ്ങനെ ഒരു ശ്രീനിവാസൻ്റെ കഥയാണ്. അപ്പോൾ അതിൽ ശ്രീനിവാസൻ ജയറാമിനെ കൊണ്ടുവന്നു. ആ ഒരു സിനിമയിലൂടെയൊക്കെ ഒരു നല്ലൊരു ഇത് തന്നെയാണ്, ഒരു ഔട്ട് തന്നെയാണ് ജയറാമിന് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം അത്രയൊക്കെ ഒരു സഹായിച്ച ഒരാളെ അയാളുടെ മരണശേഷം കാണാനൊന്നും ജയറാം ആ സമയത്ത് നാട്ടിൽ ഇവിടെ ഏതോ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ആയിരുന്നതാണ് പറയുന്നത്. പക്ഷേ ഷൂട്ടിങ്ങും ഒരു ദിവസത്തെ ഷൂട്ടിങ് മുടക്കി വെച്ചിട്ട് വന്ന് കാണാമായിരുന്നല്ലോ. അതിലും വലുതായിട്ടൊന്നും ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം, ഈ ജയറാമിൻ്റെ ഓവർ വിനയത്തെ പറ്റിയിട്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തോടെയായിട്ട് പിന്നെ വരാം.